കാശി ഹായ് പറ. ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ. ഞാൻ വൈകുന്നേരം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കുക വിചാരിച്ചു. നല്ല അടിപൊളി ഒരു മഴ വന്നിരുന്നു. അതെന്തായാലും പോയി. ചെറിയ ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും മഴ പൊഴിയാണ് തോന്നണത്. നമ്മുടെ ആൾക്കാരും ഇതാ അവിടെ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ വീഡിയോ ഒന്നുമില്ല. വേറെ ഒന്നല്ല, നമുക്ക് കാശിക്കുട്ടനെ വീയായിരുന്നു. ഒരാളുടെ മാറുമ്പോൾ ഒരാൾ ആശുപത്രിയിലാണ്. അപ്പോൾ നമുക്ക് 1-2 ആഴ്ച കൂടുമ്പോൾ സ്ഥിരമായിട്ട് ആശുപത്രിക്ക് പോകേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുണ്ട്. ചെറിയ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിപ്പോൾ തിങ്കളാഴ്ച ഒന്നുകൂടി കൊണ്ടുപോകണം. അപ്പോഴേക്കും അവൻ്റെ ഒന്ന് മരുന്നൊക്കെ കൊടുത്ത് കമ്മിയായപ്പോഴേക്കും നമ്മൾ ചെറിയ ആൾക്ക് തുടങ്ങിയിട്ടുണ്ട്. അതാണ് കേട്ടോ കുഴപ്പം. അതാണ് സ്ഥിരമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അവനിന്ന് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഇനി അവനെയും കൊണ്ട് പോകാൻ സമയമായി. അതാണ് കുഴപ്പം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഉമ്മ കൊടുക്കലുണ്ടിട്ട് ഇവർ ഫുൾ ടൈം സ്നേഹമാണ്. ആരും വിചാരിക്കരുത്, അങ്ങനെയല്ല. നേരെ ഓപ്പോസിറ്റാണ്. ഫുൾ ടൈം അടിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഉമ്മ കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പോയി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലാത്തപ്പോൾ ഫുൾ അടിയാണ്. അപ്പോൾ അതാ അമ്പാടിക്കുട്ട അതാ കാര്യമായിട്ട് പാൽ കുടിക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോൾ ഉള്ള പാൽ കുടിയാണ് കേട്ടോ. ഇപ്പം അങ്ങനെ പകൽ വല്ലാണ്ടുള്ള പാൽ കുടിയൊന്നും ഇല്ല. അത് അച്ചമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. പകലിപ്പോൾ നമ്മൾ കൊടുത്താലും അവർ ഒഴിച്ച് കളയാം കേട്ടോ. അല്ലാണ്ട് അങ്ങനെ പാൽ കുടിക്കണില്ല. അങ്ങനെയാണ്. ആദ്യത്തെ അത്ര കുടിപ്പില്ല. അത് തരിപ്പ് കയറിയിട്ട് ഒരാൾ തട്ടണം കൊട്ടണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ പാലുകുടീൻ്റെ കാര്യം പറയുന്നത്, ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഇവർക്കില്ല കുറച്ചായിട്ട്. അപ്പോൾ നമ്മൾ ഡെക്സോലാക്കിൻ്റെ ഒരു പൊടിയാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് നാൻ പ്രോ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പൊടിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ എമൗണ്ട് നമുക്ക് താങ്ങണില്ല. എന്ന് വെച്ചാൽ 3 ആളല്ലേ കുടിക്കണം. അപ്പോൾ നമുക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ അന്ന് പൊടി വേണം. അപ്പോൾ പിന്നെ നമ്മൾ അന്ന് സാമ്പത്തികമായിട്ട് അത്ര നല്ല സുഖത്തിലായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ചോദിച്ചു പൊടി മാറ്റട്ടെ വെച്ചപ്പോൾ ഡോക്ടർ പിന്നെ ഡെക്സോലാക്ക് പറയാണ്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിയതിൻ്റെ പകുതിയാണ് ഈ പൊടിക്കുള്ളത്. അപ്പം ഇപ്പോൾ നമ്മൾ 3rd സ്റ്റേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ 1.5 വയസ്സ് വരെയാണ് അതുള്ളത്. അപ്പോൾ പാലില്ലാഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതല്ല കേട്ടോ. അവർ നല്ലപോലെ പാലുണ്ടായിരുന്നു. ഇവരായിട്ട് നിർത്തിയതാണ്, കുടിക്കാണ്ട് നിർത്തിയതാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് ഞാൻ പറഞ്ഞു, നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നെ പറഞ്ഞു അത് നല്ലതാണ്, നമുക്ക് അതായിരിക്കും നല്ലത്. മാക്സിമം നമ്മൾ പിഴിഞ്ഞെടുത്തൊക്കെ കൊടുത്തിരുന്നു അവർ കുടി നിർത്തിയപ്പോഴും. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞാൽ അതാണ് നല്ലത്. എന്താ വെച്ചാൽ ഇവർ കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ എനിക്ക് റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ കേട്ടോ നിർത്തിയതല്ല. നമ്മൾ പാലില്ല, 3 പേരാണ്, പാല് കുറവാണെന്നുള്ള പ്രശ്നം കൊണ്ട് നിർത്തിയതല്ല. പാല് നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുടിക്കാണ്ടായിട്ട് അങ്ങനെ നിർത്തിയതാണ്. നല്ല ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ നിന്ന്. അപ്പുറത്ത് വീട് മേഞ്ഞ് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടാട്ടോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരെ കുറച്ച് സമയം പുറത്തേക്ക് വിട്ടതാണ്. എന്താ വെച്ചാൽ നടക്കില്ല. കുറച്ച് സമയം വൈകുന്നേരം വരെ ഇങ്ങനെ അടച്ചിടുകയല്ലേ. അതുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ പുറത്തേക്ക് വിടുന്നതാണ്. പക്ഷെ പുറത്തേക്ക് വിട്ടാനാണെങ്കിൽ കുറച്ച് റിസ്ക്കുമാണ് കേട്ടോ. എന്താ വെച്ചാൽ ഭയങ്കര കുറുമ്പാണ്. കാരണം ഇവിടെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കിട്ടിയതൊക്കെ പെറുക്കി എറിയും, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അവരെ വിട്ടാൽ. ഇതാ കണ്ടില്ലേ, ട്രൗസറൊക്കെ ഇട്ടെടുത്തപ്പോഴേക്കും കാര്യം മനസ്സിലായിട്ടോ പുറത്തിറക്കാനാണ്. അപ്പം തന്നെ അത് ഗേറ്റുമ്പോൾ പോയി തൂങ്ങൽ തുടങ്ങിയിട്ടോട്ടോ ആൾക്കാർ. അപ്പോൾ പുറത്തിറങ്ങാനാണ് ആകെ ഇഷ്ടം. മുള്ളിൽ നിന്ന് ആൾക്കാർ ആകെ മടുത്തിരിക്കുന്ന അവസ്ഥയിൽ. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് വിടുകയാണെങ്കിൽ റിസ്ക് ആട്ടോ. ഒരാളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതാ കണ്ടില്ലേ, ഒരാൾ തേങ്ങയുമേണ് കൂടിയാണ് വിട്ടതും കേട്ടോ. വീടിൻ്റെ 4 പുറം നമുക്ക് എത്തില്ല കേട്ടോ അവരെ പിന്നാലെ. ഒരാളെ പിടിച്ച് ഒരു സ്ഥലത്ത് കൊടുത്ത് നിർത്തുമ്പോഴേക്കും അടുത്ത വഴി കൂടെ പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ അധിക സമയം റിസ്ക് എടുത്തില്ല. ഉള്ളിൽ കയറ്റി അതിന് കുറേ നേരം കുറുമ്പ് പിടിച്ചു കേട്ടോ. ഉള്ളിലേക്ക് കയറിയ സങ്കടത്തിലാണ് കേട്ടോ ദേവുട്ടി ആ പുറത്തേക്ക് നോക്കി നിൽക്കണത്. അപ്പോൾ എന്തായാലും കറക്റ്റ് സമയത്താണ് കയറ്റിയത്. ഞങ്ങൾ കയറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാലാവസ്ഥയൊക്കെ ആകെ മാറാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കാറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്താണെങ്കിൽ ഞാൻ കുടുങ്ങിയിരുന്നു, ഓരോരുത്ത ഓടേണ്ടി വന്നിരുന്നു. അപ്പോൾ മഴ അങ്ങനെ ഇല്ല, പക്ഷെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ കാറ്റൊക്കെ എന്തായാലും പുറത്ത് നല്ല ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് വൈകുന്നേരം കഴിക്കാൻ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അമൃതം പൊടി ഇട്ടാണ് കൊടുക്കണത്. വേറെ അങ്ങനെ അവരങ്ങനെ കഴിക്കാറില്ല. എന്താ വെച്ചാൽ ഈ 3 നേരം ഇപ്പോൾ നമ്മൾ ചോറാണ് കൊടുക്കണം. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും ഒരു റൗണ്ട് കളി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് നല്ല വിശന്നായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് തിരക്ക് കൂട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റൊന്നും ഇവരിങ്ങനെ കഴിച്ചിരുന്നില്ല. എന്താ കൊടുക്കണം 3 നേരം അതാ കഴിച്ചിരുന്നു. ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഓരോന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാശിക്കുട്ടനെ ലാസ്റ്റ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി തൂക്കുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കേട്ടോ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മുടെ ചെറിയ ആൾ അത്ര വെയിറ്റ് ഇല്ല, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറും പറഞ്ഞതാണ് എന്താ വെച്ചാൽ 3 ആളാകുമ്പോൾ ഒരാൾ എന്തായാലും അങ്ങനെ ഉണ്ടാവുന്നു. പക്ഷെ എന്നാലും അവൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഇതാണ് കേട്ടോ, മറ്റോരത്ര വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇപ്പോൾ വെയിറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. ഈ ആഴ്ച അസുഖം ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച അസുഖമാണ്, അങ്ങനെ
കുഴപ്പമുണ്ട്. അപ്പോൾ ഇതാ ആൾക്കാർ റൂമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താവും. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ വളരെ ചെറുതാണ്. അപ്പോൾ ഞാൻ വൈകിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അമ്പാടി ഇതെൻ്റെ കൂടെ കയറിയിട്ടുണ്ട് റൂമിലേക്ക്. ഇനിയോടെ പൊളിച്ചിടാനാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു അമ്മയുടെ അടുത്തുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.